ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ മികച്ച രീതിയിൽ ട്രേഡ് ചെയ്ത ഒരു സെക്ടറായിരുന്നു നിഫ്റ്റി ഐ ടി. ഏകദേശം 2.7% മികച്ചൊരു മുന്നേറ്റമായിരുന്നു ഐ ടി സൂചികൾ കാണാൻ സാധിച്ചത്. മാത്രമല്ല ഐ ടിയിലെ പ്രധാനപ്പെട്ട പല സൂചികളിലൊക്കെ വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. സ്പെഷ്യലി എടുത്തു പറഞ്ഞാൽ ഇൻഫോസിസിന്റെ ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയെ തുടർന്നൊക്കെ വലിയ മുന്നേറ്റമാണ് ഇന്നലെ ഓഹരിയിൽ കാണാൻ സാധിച്ചത്. ഐ ടി സൂചികയിൽ ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്, ഒപ്പം ഐ ടി സൂചികയിൽ ഏതെങ്കിലും ഈ ഒരു ഇൻഫോസിസിന്റെ വ്യൂ കൂടി ഒന്ന് പറയാമോ എങ്ങനെയാണ്? ഐ ടി സെക്ടറിൽ വിഷ്ണു സൂചിപ്പിച്ച പോലെ ലാസ്റ്റ് സ്ട്രോങ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചില്ല. ഏകദേശം 2%-ലധികം മൂവ്മെന്റ് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇന്നലെ റാലി നടന്നത് ഇമ്പോർട്ടന്റ് ഏരിയ, ക്രൂഷ്യൽ ഏരിയയിൽ നിന്നാണ് ഐ ടി ഇൻഡെക്സിൽ നിന്നും റാലി നടന്നത്. എക്സാക്ട് പറയുകയാണെങ്കിൽ 34,265 എന്ന ലെവൽ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്യാതെയാണ് ഒരു റാലി അറ്റംപ്റ്റ് നമുക്ക് ഐ ടി ഇൻഡെക്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണെങ്കിൽ പോലും ഒരു ഷോർട്ട് ടേം റാലി സ്റ്റേറ്റിലാണ് ഐ ടി ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇൻഫോസിസിലേക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ, അതായത് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ് ഇൻഫോസിസിൽ ഫോം ചെയ്തിട്ടുള്ളത്. കൂടാതെ കറണ്ട് ഡേ അപ്പ് വോളിയം ലാസ്റ്റ് ഡേ അപ്പ് വോളിയം ലാസ്റ്റ് 5 ഡേയ്സിലുണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടേം റാലി ഇൻഫോസിസിന് ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് എക്സ്പെർട്സ് പങ്കുവെക്കുന്നത്. ഇതൊരു പ്രോപ്പർ ഫോളോ ത്രൂ ക്യാനലാണ്, അതായത് മോർണിംഗ് സ്റ്റാറിന് പ്രോപ്പർ ഫോളോ ത്രൂ ക്യാനലാണ് ലഭിക്കുന്നതെങ്കിൽ ഒരു ഷോർട്ട് ടേം റാലി ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിഷ്ണു.